ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫ്രൈ ആണ്, കാട ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടോക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒരു ബെല്ലൈക്കണും കാണും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനിയുള്ള വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കാടക്കോഴിയാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്ത് എടുക്കുന്നൊന്നുമില്ല, ഫുള്ളായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്കിനി ഒന്ന് വരഞ്ഞെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒന്ന് വരഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് ആഴത്തിലൊന്നും വരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. ഇനി കാടനെ മസാല തേച്ചൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടി നമുക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ചുവന്നുള്ളി, ഒരു 5ഓ 6ഓ വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകമാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് സാദാ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ തന്നെ കറി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിനും 1/2 ടീസ്പൂണിനും ഇടയിലായിട്ടുണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/2 ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറാണ്. ഒരു 1/2 ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കാടയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ സിമ്പിളായിട്ടാണ് കേട്ടോ കാട ഫ്രൈ റെഡിയാക്കിയെടുക്കുന്നത്. ഇതിലിപ്പോൾ കശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു വറവൽ പോലെ കാടയുടെ മുകളിലായിട്ടൊരു വറ്റൽമുളകിൻ്റെ മിക്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓവറായിട്ടൊന്നും സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാതിരുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട 3/4 ഭാഗമെങ്കിലും മുങ്ങിക്കെടുക്കുന്ന രീതിയിലാണ് ഞാനിവിടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കാടയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ കാടനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊരു മീഡിയം ടു ലോ ഫ്ലെയിം ആയിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാടയുടെ മുകളിൽ നല്ലോണം ഫ്രൈ ആയി വരും, പക്ഷേ കാടയുടെ ഉള്ളിൽ മാംസമൊന്നും നന്നായിട്ടൊന്നും വെന്തിട്ടുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാടയുടെ ഒരു ഭാഗം കുക്കായി വന്നപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു പിടി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കാട ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാം. കാടയുടെ സ്കിന്ന് ഭയങ്കര ഹാർഡാണ്. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കാട അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഓവർ ഫ്രൈ ആവാതെ ഈ ഒരു ഇതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കാടനെയും ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് വെച്ചിട്ടുള്ള വേപ്പിലയും പച്ചമുളകൊക്കെ ഞാൻ അതേപോലെ തന്നെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ഓയിൽ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. 1 2 ടീസ്പൂണ് ഓയിൽ ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി കാട ഫ്രൈയിലേക്ക് ഒരു വറവ് പൊരി പോലെ ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്.
ഇനി ഓയിൽ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച് വെച്ചിട്ടുള്ള വറ്റൽമുളകാണ്. വറ്റൽമുളക് ഒരു 1.5 ടീസ്പൂൺ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാടനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ വറവലെല്ലാം കാടയുടെ മേലെ നന്നായിട്ട് സ്പ്രെഡായിട്ട് കിടക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊരു കാട ഫ്രൈ റെഡിയാക്കാനായിട്ട് സിമ്പിളുമാണ്, അതേപോലെ തന്നെ നല്ല കിടിലൻ ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാട ഫ്രൈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉടൻ തന്നെ ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ till then, take care.